ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാൻ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷമുള്ളതാണ്. ഇതിനെ ഇനി നല്ലതായിട്ട് ഒന്ന് നമുക്ക് തുടച്ചെടുക്കാം. ഇതിനെ ഇനി ഒന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് അരിഞ്ഞും കൂടി എടുക്കാം. വലിയ കഷ്ണങ്ങളായിട്ടല്ല അരിഞ്ഞെടുക്കുന്നത്. ഇത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമുള്ളതാണ്. ഇനി ഇതിൻ്റെ വെള്ളത്തിനെ നമുക്കൊന്ന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. മാങ്ങയിലുള്ള ഉപ്പുവെള്ളമാണ്. ഇത് കളയണ്ട. ഇതിനൊന്ന് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മാങ്ങയിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ 2 സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എരിവെല്ലാം നിങ്ങൾ ആവശ്യമനുസരിച്ചാണ്. കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു നുള്ള് ഉലുവപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. അതും ഇട്ട് കൊടുത്ത് എല്ലാം കൂടി വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നല്ല കട്ട തൈര് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനൊരു 3 കറണ്ടി തൈരാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യമുള്ള തൈര് ഒഴിച്ചു കൊടുക്കാം. ഇത് പുളിയില്ലാത്ത തൈരായിരിക്കും എങ്കിൽ കുറച്ചുകൂടി കൊള്ളാവും. ഇനി ഇതിലേക്ക് ഉപ്പ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ വെള്ളത്തിന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഉപ്പ് വെള്ളം ഒഴിക്കുമ്പോഴേ നമുക്ക് എല്ലാം കണക്കായിട്ട് വരികയുള്ളൂ. ഉപ്പ് മതിയെങ്കിൽ ആ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഇതിലുള്ള ഉപ്പ് വെള്ളം എല്ലാം കംപ്ലീറ്റ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല അച്ചാറാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അതിനുശേഷം കമൻ്റ് ഇടുക, ലൈക്ക് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക. ഞാൻ ഇനി ഇതിലേക്ക് കുറച്ച് പച്ച കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചോറ് കഴിക്കാൻ വേറെ ഒന്നുമില്ലെങ്കിൽ ഇത് മാത്രം മതി. ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം. ബൈ ബൈ.